साथियों, बीते दशकों में हमारे कृषि वैज्ञानिकों ने अनेक क्षेत्रों में अच्छी रिसर्च की है, बेहतर रिजल्ट ला करके दिखाए हैं। दूसरी तरफ हमारे देश के प्रगतिशील किसानों ने भी अपने अपने प्रयोग करके कृषि क्षेत्र में बहुत बदलाव भी लाया है, पैदावार भी बढ़ाई है और बड़े सफल प्रयोग किए हैं। वैज्ञानिकों की सफल रिसर्च और प्रगतिशील किसानों के सफल प्रयोग, इनकी ज्यादा से ज्यादा जानकारी हमारे किसानों तक पहुंचनी उतनी ही आवश्यक है। विकसित कृषि संकल्प अभियान से आपको इसका भरपूर मौका मिलेगा। विकसित भारत के लिए भारत की कृषि को भी विकसित होना है। ऐसे अनेक विषय हैं जिन पर केंद्र सरकार का लगातार फोकस है। किसान को अपनी फसल का सही दाम कैसे मिले, किसानों को आय के अतिरिक्त साधन मुहैया कराने का भी है। खेतों की जो मेड़ है उस पर सोलर पैनलिंग का काम हो। देश में जो स्वीट रिवॉल्यूशन हो रहा है, मधुमक्खी पालने वाले किसानों को लाभ हो रहा है, उससे ज्यादा किसान कैसे जुड़े। खेत से निकले जिन अवशेषों को कचरा कहकर फेंक दिया जाता है, उससे कैसे एनर्जी बनाएं, वेस्ट टू वेल्थ क्रिएट कैसे करें, कहां कौन सा श्री अन्न किस खेत में उगाया जा सकता है, किसी उत्पाद में वैल्यू एडिशन कैसे हो। वैसे अब तो जो पशु दूध नहीं देते, वो भी गोवर्धन योजना के जरिए पैसे कमाने का जरिया बन रहे हैं। हमें इन सभी के बारे में अपने किसान भाई बहनों को उनके साथ बैठ करके विचार विमर्श करके संवाद करके विस्तार से जानकारी देनी है। ഒരു 35 വർഷമായിട്ട് തേനീച്ച കൃഷി ഒരു ഉപജീവന മാർഗമായിട്ടും ഒരു തൊഴിലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു വർഷം ഏകദേശം ഇപ്പോൾ എനിക്കൊരു 150 കോളനി ഇപ്പോൾ കൈവശമുണ്ട്. അത് വരുന്ന തേൻ സീസൺ മാർച്ച് ഏപ്രിൽ തേൻ സീസൺ ആകുമ്പോഴേക്കും ഒരു അതിൻ്റെ ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഒരു 150 കോളനിയിൽ നിന്ന് മാത്രമേ നമുക്ക് തേൻ എടുക്കാൻ ഒരൊറ്റയ്ക്ക് ഒരാളിനെ കൂടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ബാക്കി കോളനികൾ വിറ്റ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഈ 150 കോളനിയിൽ നിന്ന് തേൻ എടുക്കുമ്പോഴേക്കും ഏകദേശം ഒരു ടൺ ഒരു 1000 കിലോ മുതൽ 1200 കിലോ വരെ എനിക്ക് തേൻ ഉൽപ്പാദിക്കാൻ പറ്റുന്നുണ്ട്. ഈ തേൻ മുഴുവനും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് വിറ്റഴിക്കുന്നത്. വീട്ടിൽ ധാരാളം കസ്റ്റമേഴ്സ് വരാറുണ്ട്. ഞാൻ ഈ വർഷങ്ങളായിട്ട് നിൽക്കുന്നതുകൊണ്ട് ധാരാളം കർഷകർ വീട്ടിൽ വന്ന് തേൻ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. മുഴുവൻ തേനും വീട്ടിൽ തന്നെ വിറ്റ് തീരും, ചില്ലറയായിട്ട് തന്നെ വിറ്റ് തീരും. പിന്നെ എനിക്ക് ഈ തേനീച്ച കൃഷിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ കർഷകർ നേരിടുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ കാലാവസ്ഥയിലുള്ള മാറ്റമാണ്. കാലാവസ്ഥയിൽ ഉള്ള വ്യതിയാനം മൂലം പലപ്പോഴും നമുക്ക് തേനീച്ച കൃഷി നഷ്ടത്തിൽ സംഭവിക്കാറുണ്ട്. കാരണം തേൻ സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മാസമാണ്. ആ സമയത്തുണ്ടാകുന്ന പെരുമഴക്കാലം പലപ്പോഴും തേൻ ഉൽപ്പാദനത്തെ ബാധിക്കും. മറ്റ് സമയങ്ങളിൽ ഉണ്ടാകുന്ന അതികഠിനമായ വേനൽ അതും തേനീച്ച കൃഷി ബാധിക്കാറുണ്ട്. ഇതുകൂടാതെ തന്നെ തേനീച്ചയെ ബാധിക്കുന്ന നിരവധി രോഗങ്ങളും കീടങ്ങളും ഉണ്ട്. ഇതൊക്കെ അതിജീവിക്കണം. രോഗത്തിന് ഇന്നിപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് ഒരു പ്രതിവിധിയും ഇല്ല. തേനീച്ചയ്ക്ക് ഒരു രോഗം വന്നാൽ കൊടുക്കാനുള്ള ഒരു മരുന്നും ഇന്ന് നിലവിലില്ല. അപ്പോൾ രോഗം വരണ കോളനി നശിച്ചു പോകല്ലാതെ വേറെ അത്രയാണ് ചെയ്യുന്നത്. പിന്നെ കീടങ്ങളെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് വേണം നമുക്ക് കേരളത്തിൽ തേനീച്ച കൃഷി ചെയ്യേണ്ടത്. മാത്രമല്ല, തേനീച്ച കൃഷി ചെയ്ത് തേൻ ഉൽപ്പാദിപ്പിച്ചാൽ തന്നെ ആ തേനെ ഒരുമിച്ച് വിപണനം നടത്തുന്ന ഒരു താങ്ങുവില അല്ലെങ്കിൽ ഒരു അടിസ്ഥാന വില തന്ന് എടുക്കുന്നതിന് ഒരു ഏജൻസിയും ഇപ്പം നിലവിലില്ല ശരിക്കും. അപ്പോൾ ആ വിപണനത്തിന് കർഷകർ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. സ്വന്തം നിലയിൽ കുറേയൊക്കെ വിറ്റ് പോകുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ആണെങ്കിൽ തന്നെയും
തേനീച്ച കൃഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ആർക്കും ചെയ്യാവുന്നൊരു കൃഷിയാണ്. സ്വന്തമായിട്ട് 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലെങ്കിലും നമുക്ക് തേനീച്ച കൃഷി ചെയ്യാം. കാരണം നമ്മൾ തേനീച്ച കൃഷി ചെയ്യുന്നത് ആരുടെയെങ്കിലുമൊക്കെ പുരയിടത്തിലാണ്. അപ്പോൾ അവരുടെ അനുവാദം വാങ്ങിച്ച് അവിടെ പെട്ടി വയ്ക്കുകയും അവിടെ നിന്ന് തേൻ ഉൽപ്പാദിപ്പിക്കും. ആ പുരയിടക്കാർക്ക് നമ്മൾ കുറച്ച് തേൻ കൊടുക്കും, ബാക്കി നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തേനീച്ച കൃഷി ചെയ്യാം. മാത്രമല്ല കുറഞ്ഞ മുതൽ മുടക്കം കൂടുതൽ ലാഭവും കിട്ടുന്ന ഒരേ ഒരു തൊഴിൽ തേനീച്ച കൃഷിയാണെന്ന് പറയാം. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞത് നമ്മൾ തേനീച്ച കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആദായം കിട്ടുന്നതിന് പുറമെ ഏകദേശം നമ്മൾ തേനീച്ചപ്പെട്ടി വച്ചതിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ കർഷകർക്കും നമ്മുടെ തേനീച്ചയെന്ന് പോളിനേഷൻ നടത്തുന്നത് മൂലം ആ സാധാരണ കൃഷിക്കാർക്കുള്ള വിളവ് വർധന അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും തേനീച്ച വളർത്തലിൻ്റെ പുരോഗതിക്ക് വേണ്ടി വികസനത്തിന്, തേനീച്ച കൃഷിയുടെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞത് പോളിനേഷനിലൂടെ ഉണ്ടാകുന്ന വിളവ് വർധനവും അത് ഒരു പരിധിവരെ നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് കാരണമാകുമെന്നതും കൊണ്ടാണ്. അപ്പോൾ ഇത് എല്ലാ ഗുണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു തേനീച്ച കർഷകന് ഒരാളിനെ തേനീച്ച വളർത്തണമെന്ന് തോന്നിയാൽ ഒരു പരിശീലനം ലഭിക്കാതെ തേനീച്ച വളർത്താനേ സാധിക്കത്തില്ല. കാരണം ഇത് നമ്മളെ കുത്തുന്ന ഒരു ജീവിയാണ്. അപ്പോൾ കൈകാര്യം ചെയ്യാൻ നല്ലവണ്ണം പഠിക്കണം. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെ കൊണ്ട് മാത്രമേ തേനീച്ച വളർത്തൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അതിന് മുൻകൈ എടുക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൃഷി വിജ്ഞാന കേന്ദ്രമായ മിള്ളനാട് മിത്രനികേതൻ കേന്ദ്രമാണ്. അവരുടെ ഓരോ വർഷവും ഏകദേശം ഒരു 8 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘകാല പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു 20 പേരെയാണ് ഒരു ബാച്ചിൽ ഉൾപ്പെടുത്തുക. 8 മാസം കഴിയുമ്പോൾ ഒരു വാങ്ങി വയ്ക്കുന്ന ഒരു കോളനി ഒരു 4ഓ 5ഓ കോളനിയായിട്ട് വർദ്ധിപ്പിച്ച് ആ 5 കോളനിയും ആ 5 കോളനിയിലെ തേനും അവർക്ക് കൊണ്ടുപോകാൻ കഴിയും. ഈ 8 മാസം കഴിയുമ്പോഴേക്കും അവർ തേനീച്ച വളർത്തലിൽ സ്വയം പര്യാപ്തത നേടിക്കഴിയും. മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് ചീത്തായി പോകണം, അഥവാ പെരിഷബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ പെരിഷബിൾ ആയിട്ടുള്ള മത്സ്യത്തിനെ നമുക്ക് എങ്ങനെ മൂല്യവർദ്ധിത പ്രോഡക്റ്റാക്കി മാറ്റാം, അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ എങ്ങനെ നടത്താം എന്നുള്ളതിനെക്കുറിച്ച് ICAR-CIFT ഗഹനമായി പഠിക്കുകയും അതിൽ ഒരുപാട് ട്രെയിനിങ്ങുകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ കൂട്ടായ്മകൾക്ക് ഇതിൻ്റെ പല പ്രോഡക്ട്സുകൾ അവർക്ക് തന്നെ ചെയ്തു നോക്കാനും അതിന് നമുക്ക് ഒരു പ്രോഡക്റ്റായി മാറ്റുന്നത് മുതൽ ലേബലിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് വരെയുള്ളതിനെ കുറിച്ചിട്ട് ട്രെയിനിങ്ങും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ അവർക്ക് അവിടെ വരികയും അതിൽ നിന്ന് അവർക്ക് ഈ ഒരു പ്രോസസ്സ് മൊത്തം ഒരു വാല്യൂ അഡീഷൻ്റെ ചെയിൻ മൊത്തം അവർക്ക് മനസ്സിലാക്കി അതവർക്ക് ചെയ്യാനുള്ള സാഹചര്യവും CIFT പോലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ നമ്മൾ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ സഹായത്തിൽ കൂടെ ഒത്തിരി സ്കീമുകൾ വന്നിട്ടുണ്ട്. ഈ സ്കീമുകൾ മുഖാന്തരം ഏകദേശം
എല്ലാ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചെയ്യുന്ന താല്പര്യമുള്ള സ്ത്രീകളിൽ എത്തിച്ചേർന്നിട്ടുമുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ അവർ ഏകദേശം ആ സ്കീമുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മുഖാന്തരം കേന്ദ്ര സർക്കാരും ICAR കൃഷി വിജ്ഞാന കേന്ദ്രം, പിന്നെ ICAR സ്ഥാപനങ്ങളും, അതുകൂടാതെ കേരള സർക്കാരിൻ്റെ സ്ഥാപനങ്ങളും സ്കീമുകളും എല്ലാം കൂടെ അവർ എത്തിച്ചേർന്നിപ്പിച്ച് നമ്മളിപ്പോൾ ഒത്തിരി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അവർക്ക് നല്ല പാക്കേജിങ്, നല്ല ലേബിളിംഗ് ഒക്കെ ചെയ്ത് മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റുകൾ എത്തിയിട്ടുമുണ്ട്. എനിക്കിവിടെ പറയാനുള്ളത്, ഈ നമ്മൾ അതായത് ഓരോ കുടുംബശ്രീകളും ഓരോ സ്ത്രീകളും ഓരോ എൻ്റർപ്രനേഴ്സും ചെയ്യുന്ന ഈ പ്രോഡക്റ്റുകൾ നമ്മൾ, അതായത് പബ്ലിക്കുകൾ വാങ്ങിച്ച് ഈ പ്രോഡക്റ്റുകൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് ഇനിയും ചെയ്യാൻ പറ്റൂ. അതായത് ഒരു ചെറിയൊരു യൂണിറ്റായിട്ടുള്ള ഒരു കുടുംബശ്രീയോ ഇല്ലെങ്കിൽ ഒരു എൻ്റർപ്രനറോ ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു മാസം ഒരു 50 പാക്കറ്റ് ചക്കേൻ്റെ ചിപ്സ് വാങ്ങിക്കുകയാണെങ്കിൽ അടുത്തടുത്ത മാസങ്ങളിൽ കൂടുതലോളം നമ്മൾ വാങ്ങിച്ച് അവരെ സഹായിച്ചാൽ മാത്രമേ ഈ ഒരു ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് നാളെ ഒരു കമ്പനി ആവാനായിട്ട് സാധ്യത ഉണ്ട്. കമ്പനി ആവുമ്പം അവിടെ ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലത്ത് വലിയ യൂണിറ്റുകളാവുമ്പം 2, 3, 10 പേരോളം വരെ അവർക്ക് ജോലി കൊടുക്കാനായിട്ട് പറ്റും. ഇതുകൊണ്ട് നമ്മളുടെ നാട്ടിൻ്റെ വരുമാനവും കൂടും. നമ്മൾ തന്നെ നമ്മളുടെ പ്രോഡക്റ്റുകൾ കൂടുതലായിട്ടും സെയിൽ ചെയ്യാനും പറ്റും. ഇപ്പം നമ്മൾ നോക്കുമ്പം ഈ കർഷകർ ഉണ്ടാക്കുന്ന ചില സമയങ്ങളിൽ തന്നെ ഏത്തൻ വാഴയ്ക്കൊക്കെ കിലോ 40 രൂപേൻ്റെ താഴെ വരെ നമ്മൾ വിൽക്കുന്നുണ്ട്. കിലോ 40 രൂപയൊക്കെ കിട്ടിയാൽ പോലും അവർക്ക് നല്ല രീതിയിലായിട്ടുള്ള ഒരു വരുമാനം കിട്ടത്തില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഈ FPOസും പിന്നെ കുടുംബശ്രീയും എൻ്റർപ്രനേഴ്സും കൂടെ ആയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാക്കി കൊടുക്കണം. ഈ ലിങ്ക് മുഖാന്തരം നമ്മൾ FPSCയിലുള്ള ഫാർമേഴ്സ് ഉണ്ടാക്കുന്ന ഈ പച്ചക്കറികളായാലും ശരി, ഏത് വിളകളായാലും ശരി, മാർക്കറ്റിൽ വിറ്റ് പോകാത്ത സമയങ്ങളിൽ ശകലം വില കുറച്ച് കൊടുത്താൽ പോലെ നമ്മളെ കുടുംബശ്രീയിലുള്ള ഗ്രൂപ്പുകൾ അതിനെ ഏറ്റെടുത്ത് അവർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി തിരികെ മാർക്കറ്റിലേക്ക് ഈ FPC മുഖാന്തരമോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് രീതിയിൽ അവർ എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. പിന്നീട് ചീര നമുക്ക് നടാൻ പറ്റുന്ന വിളയാണോ മഴക്കാലത്ത്? എന്താണ് ചീരയുടെ പ്രശ്നം? എന്താണ്? ഇലപ്പുള്ളി രോഗം വരും അല്ലേ? അപ്പം നമ്മൾ മഴക്കാലത്ത് കഴിവതും അങ്ങനെയുള്ളതായിട്ടുള്ള വിളകൾ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇലകൾക്ക് വേണ്ടിയാണ് നമ്മൾ ചീര വളർത്തുന്നത്. അപ്പം ചീരയുടെ ഇല ഇല്ലാന്നുണ്ടെങ്കിൽ അത് വിറ്റുപോത്തില്ല, നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഏകദേശം 3 പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഏകദേശം 3.5 ഏക്കറോളം. അതിൽ തന്നെ ഒരു 30 സെൻറ്റിൽ പ്രിസിസ് ഫാമിംഗ് എന്ന കൃഷിയിലാണ് ഞാൻ അവലംബിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് വന്നത് പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിത്രമേടം, KVKയിലെ ചിത്രമേടമാണ് ഇതിനെ എനിക്ക് പരിചയപ്പെടുത്തതിനും അവരുടെ നിർദ്ദേശപ്രകാരമാണ്, ആ ശാസ്ത്രജ്ഞരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിനി പ്രിസിസ് ഫാമിലോട്ട് വന്നത്. എനിക്ക് ഈ പ്രിസിസ് ഫാമിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. കാരണം സമയലാഭം, പണിക്കൂലി ലാഭം, വളം കറക്റ്റ് നമുക്ക് എല്ലാ ചെടികളിലും എത്തിക്കാൻ പറ്റും. വെള്ളമായിരുന്നാലും കുറച്ച് വെള്ളം മതി. അങ്ങനെ നല്ലൊരു മാറ്റമാണ് ഈ കൃഷിയിലോട്ട് വന്നതിന് ശേഷം. എനിക്ക് പാവലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. പാവൽ നല്ല വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട്. അത് ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. നല്ല ഈ ഇവിടുത്തെ ഈ ലേലം കൊണ്ടുവരുമ്പോൾ തന്നെ ആൾക്കാർ നല്ല വിലയ്ക്ക് ഏകദേശം 130 വരെ കിലോയ്ക്ക് 130 വരെ രീതിയിൽ തന്നെ ആ ലേലം വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഈ പ്രിസിസിങ് ഫാം നല്ലൊരു കൃഷി രീതിയാണ്. കാർഷിക മേഖലയിൽ ജലസേചനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്.
കർഷകരെല്ലാവരും തന്നെ പമ്പുകൾ ഉപയോഗിച്ചാണ് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് ആണെങ്കിലും ബേസിൻ ഇറിഗേഷൻ അല്ലെങ്കിൽ തടം നന, ചാനൽ ഇറിഗേഷൻ, അങ്ങനെ ഏത് രീതിയിലുള്ള ജലസേചനത്തിലും കർഷകർക്ക് പമ്പുകൾ അനിവാര്യമാണ്. അപ്പോൾ പമ്പുകൾ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പുകൾ, സബ്മേഴ്സിബിൾ പമ്പുകൾ, ജെറ്റ് പമ്പുകൾ, അങ്ങനെ അനവധ്യമായ വിവിധ തരത്തിലുള്ള പമ്പുകളും നിലവിലുണ്ട്. പമ്പുകൾ നമ്മൾ വാങ്ങുന്നതിന് മുന്നേ പമ്പ് ഡിസൈൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. വിളകൾക്ക് അനുസൃതമായിട്ടുള്ള ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഡിസ്ചാർജ് റേറ്റും അതേപോലെ തന്നെ സക്ഷൻ ഡെലിവറി ഹെഡ് അനുസൃതമായി ടോട്ടൽ ഹെഡിനും അനുപാതമായിട്ടുള്ള ഹൗസ് പവർ ഉള്ള പമ്പുകൾ വേണം കർഷകർ വാങ്ങുവാനായിട്ട്. ഇത്തരം പമ്പുകൾ പുതിയതായിട്ട് കർഷകർ ആരെങ്കിലും വാങ്ങാൻ പോകുന്നവരുണ്ടെങ്കിൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള പമ്പുകൾ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അനേർട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് PM കുസും പദ്ധതിയിലൂടെ ഇതിൻ്റെ സബ്സിഡി കർഷകർക്ക് തീർച്ചയായിട്ടും ലഭ്യമാകുന്നതാണ്. അമിതമായിട്ടുള്ള രാസവളങ്ങളും കീടനാശിനികളുടെയും ഉപയോഗം മൂലം നമ്മളുടെ മണ്ണ് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലമായിട്ട് തന്നെ നമുക്ക് ഭാവി തലമുറയ്ക്ക് വാസയോഗ്യമല്ലാത്ത രീതിയിലാണ് നമ്മളുടെ കൃഷിരീതികൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കൃഷിരീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ ജൈവവളങ്ങൾ നമ്മൾ പ്രയോഗിക്കാനായിട്ട് ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. നമ്മളുടെ ചുറ്റും കാണുന്നതായിട്ടുള്ള മാലിന്യങ്ങൾ, പലതരത്തിലുള്ളതായിട്ടുള്ള മാലിന്യങ്ങൾ, അഴുകുന്നതായിട്ടുള്ള മാലിന്യങ്ങൾ, അഴുകാത്തതായിട്ടുള്ള മാലിന്യങ്ങൾ, ഇതൊക്കെയും നമ്മൾക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ടുള്ള വരുമാനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് മണ്ണിര കമ്പോസ്റ്റിൻ്റെ നിർമ്മാണം വളരെയധികം പ്രയോജനകരമാണ്. അതുകൂടാതെ തന്നെ പല രീതിയിലുള്ള കമ്പോസ്റ്റ് നമ്മൾക്ക് ഇന്ന് ലഭ്യമാണ്. അത് കർഷകർക്ക് കൂടുതലായിട്ടുള്ള വരുമാനത്തിനൊരു മാർഗമാണ് കമ്പോസ്റ്റ്. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിലൂടെ തന്നെ നമുക്ക് മണ്ണിര വളം നമുക്ക് കർഷകർക്ക് നല്ല ഗുണമേന്മയുള്ളതായിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റ് കർഷകർക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നു. നല്ല ഇനം മണ്ണിരകളെ കർഷകർക്ക് മറ്റുള്ള കർഷകർക്ക് വേണ്ടി കൊടുത്ത് അതിൽ നിന്നും വരുമാനമുണ്ടാക്കുന്നതിനും സാധ്യമാണ്. അപ്പോൾ നമ്മളുടെ മണ്ണിനെ എപ്പോഴും പരിപോഷിപ്പിക്കുന്നതിന് പ്രധാന മൂലകങ്ങൾ മാത്രമല്ല, എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള കമ്പോസ്റ്റ് വളങ്ങൾ കൂടുതലായിട്ട് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയും പച്ചില വെള്ളച്ചെടികൾ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയും ജീവാണു വളങ്ങളായ PGPRN, ആസോസ്പൈറിലം, അസറ്റോബാക്ടീരിയ എന്നിവയായിട്ടുള്ള ജീവാണു വളങ്ങൾ നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മണ്ണിനെ പരിപോഷിപ്പിക്കുന്നതിന് എപ്പോഴും നല്ലതാണ്. प्रिय किसान बहनों और भाइयों, नमस्कार। 29 मई से 12 जून तक चलेगा विकसित कृषि संकल्प अभियान। ये एक ऐसा अभियान है जिसमें कृषि वैज्ञानिक चलकर खुद आपके पास आएंगे, आपके गांव आएंगे, आपसे बात करेंगे, आपकी खेती और बागवानी की जरूरतों को समझेंगे और आपकी जरूरत के हिसाब से आपको समाधान भी बताएंगे। आप उनसे पूछ सकते हैं कैसे आपकी फसल अच्छी हो, उत्पादन कैसे बढ़े, लागत कैसे घटे, कौन सी नई तकनीकी अपनाएं, कीटों और रोगों से कैसे अपनी फसल को बचाएं। लेकिन यह अभियान केवल जानकारी नहीं है, समाधान लेकर आया है। तो भाई और बहनों, इस अभियान से जुड़िए, सवाल पूछिए, समाधान पाइए, उत्पादन बढ़ाइए, उत्पादन की लागत घटाइए और मिलकर बढ़ाइए विकसित खेती की ओर मजबूत कदम। क्योंकि जब खेती विकसित होगी तभी साकार होगा विकसित भारत का सपना
जय जवान, जय किसान, जय विज्ञान, जय अनुसंधान।